ഞാൻ ഈ അള്ളാഹ് നിശ്ചയിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തിനോട് പറഞ്ഞു, ഇടാ മോനെ, ഈ കയറുന്നത് പുറത്തു വരാതെ മറ്റൊരു താരത്തിലൂടെ നിന്റെ തലച്ചോറിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ പിന്നെ നിന്റെ പേര് പിണം എന്നായിരിക്കും. എന്നോട് പറഞ്ഞു അത് ശരി തന്നെയാണെന്ന് പറഞ്ഞു. പിന്നെ ആരെയും നിഷേധിക്കണമെന്ന് ചോദിച്ചു. ഞാൻ ഏത് റബ്ബിനെയാണ് നീ നിഷേധിക്കുന്നത്? നിനക്കതിൽ എന്താ അധികാരമുണ്ട്? മൂക്കിലേക്ക് കയറരുത്, വായിലൂടെ നേരാവണ്ണം പുറത്തു വരണം തീരുമാനിക്കാൻ നിനക്ക് എന്താ അധികാരമുണ്ട്? ഒരധികാരമില്ല. ഈ ഒരു നൂലുമ്മക്കളിയാണ് ജീവിതം. ഈ ഒരു സങ്കീർണമായ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആടിക്കളിയുടെ പേരാണ് ജീവിതം. പിന്നെ എങ്ങനെ ഇനി റബ്ബിനെ നിഷേധിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. ഇതൊക്കെ കഴിഞ്ഞു നീ പറയണത് പോലെ അള്ളാഹുല്ല, സ്വർഗ്ഗമില്ല, നരകമല്ല, ഖബറില്ല, ഖബറിൽ ചോദ്യമല്ല, എല്ലാവരും മണ്ണായി പോകും, എന്നാൽ മുസ്ലിമായി ജീവിച്ചാൽ നിനക്ക് എന്ത് നഷ്ടം വരും എന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞവൻ. നേരെ മറിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ സംഭവിക്കുമ്പോൾ, ഖബറിൽ മുൻകർ നക്കീർ വരുമ്പോൾ, ആദ്യമായി നിസ്കാരത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ, നിനക്ക് പ്രവാചകന്റെ ദർശനം എത്തിയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. നമ്മളാലോചിച്ചു, ഇത്രയല്ലേ നമ്മുടെ കാര്യമുള്ളൂ. വിശ്വാസി പറയണത് പോലെ സംഭവിക്കണില്ലെങ്കിൽ എല്ലാവരും മണ്ണാകണത് പോലെ നമുക്കൊക്കെ മണ്ണാവാന്ന്. നേരെ മറിച്ച് കൃത്യമായി ഇത് സംഭവിക്കുമ്പോൾ വെറുതെ ഒരു രസത്തിന് റബ്ബിനെ നിഷേധിച്ച് നടക്കുന്ന ചെറുപ്പക്കാരെ, യുവതികളെ വളരെ ആർദ്രമായി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഹൃദയത്തിന്റെ ഭാഷയിലൊന്ന് ആലോചിക്കുക. അവിടെ വെച്ച് പരിശുദ്ധ ഇസ്ലാം പറയുന്നത് പോലെ സംഭവിക്കുമ്പോൾ, ചോദ്യം ഉണ്ടാവുമ്പോൾ, ഖബർ ഉണ്ടാവുമ്പോൾ, നരകം ഉണ്ടാവുമ്പോൾ, നകളിപ്പും കാട്ടി നിഷേധിച്ച് നടന്നവർക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും?